എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങളും ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമേ എത്താൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ 9ാം ആഴ്ചയിലെ വോട്ടിംഗ് ആവേശം കൊടുമുടിയിലെത്തിയിരിക്കുമ്പോൾ വോട്ടിംഗ് തുടങ്ങി അതിന്റെ പാതി പിന്നിടുമ്പോൾ ഇന്ന് രാത്രി 6 മണിവരെയുള്ള ഏറ്റവും പുതിയ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വോട്ടിംഗ് പട്ടികയിൽ വൻ അട്ടിമറികളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിലാരാണ് മുന്നിൽ, ആർക്കൊക്കെയാണ് ഡേഞ്ചർ സോണിൽ സ്ഥാനമെന്ന് നമുക്കൊന്ന് നോക്കാം. വോട്ടിംഗ് പട്ടികയുടെ തലപ്പത്ത് അനുമോൾ 17,215 വോട്ടുകളുമായി ശക്തമായ ലീഡ് നിലനിർത്തിയിരിക്കുന്നു. എന്നാൽ രണ്ടാം സ്ഥാനത്തിനായി നടന്ന പോരാട്ടത്തിൽ വലിയ ട്വിസ്റ്റ് സംഭവിച്ചു. ഉച്ചവരെ താഴെത്തട്ടിലുണ്ടായിരുന്ന നൂറ 15,078 വോട്ടുകളുമായി കുതിച്ചുകയറി രണ്ടാം സ്ഥാനത്തെത്തി. തൊട്ടു പിന്നാലെ ലക്ഷ്മി 14,756 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്ത് ശക്തമായുണ്ട്. ഇരുവരുടെയും വോട്ട് വ്യത്യാസം വളരെ കുറവായതിനാൽ തന്നെ വലിയൊരു അട്ടിമറി ഈ സ്ഥാനങ്ങളിൽ ഇനിയും സംഭവിക്കാം. നാലാം സ്ഥാനത്ത് ആദില 12,390 വോട്ടുകളുമായി തുടരുകയാണ്. മുന്നോട്ട് വരാൻ ആദില ശ്രമിക്കുന്നുണ്ടെങ്കിലും അതങ്ങ് വർക്കൌട്ടാകുന്നില്ല. ഉച്ചവരെ താഴെയായിരുന്ന ജിസിലിൻ വലിയ വോട്ട് വർധനവാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10,227 വോട്ടുകളുമായി ജിസിൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. ഇനി എലിമിനേഷൻ ഭീഷണി ഏറ്റവും കൂടുതലുള്ളത് താഴെത്തട്ടിലുള്ളവർക്കാണ്. അതിൽ സാബുമാൻ 9,964 വോട്ടുകളുമായി 6ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 7ാം സ്ഥാനത്ത് നെവിൻ 8,702 വോട്ടുകളുമായി തുടരുന്നു. ഏറ്റവും നിർണായകമായ താഴത്തെ സ്ഥാനത്ത് ഒണിയിൽ കേവലം 8,131 വോട്ടുകളുമായി ഡേഞ്ചർ സോണിൽ തുടരുകയാണ്. താഴെ സ്ഥാനങ്ങളിലെ മത്സരാർത്ഥികളുടെ വോട്ടുകളുടെ വ്യത്യാസം വളരെ കുറവായതിനാൽ തന്നെ അവസാന 3 സ്ഥാനങ്ങളുള്ള മത്സരാർത്ഥികൾ ഈ വോട്ടിംഗ് നിലവെച്ച് നോക്കുമ്പോൾ അപകടാവസ്ഥയിൽ തന്നെയാണ്. വോട്ടിംഗ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ 3 പേരിൽ ആര് പുറത്താകുമെന്നത് പ്രവചനാതീതമാണ്. എന്തായാലും കാത്തിരിക്കാൻ 1 മണിക്കൂറുകളിലെ വോട്ടിംഗ് ഫലങ്ങൾ അറിയുന്നതിനായി. ഈ വോട്ടിംഗ് ഫലങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നൂറയുടെയും ലക്ഷ്മിയുടെയും ഈ മുന്നേറ്റം നിലനിൽക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.